السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സയ്യിദ് മുറ തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഹദ്ദാ തങ്ങൾ, ബഹുമാനപ്പെട്ട GM ഉസ്താദ് റഫീഖ് സാരി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മോണ്ടുകോളി, മറ്റുള്ള പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ പരിപാടിയുടെ മിഥ്ല് സവാബ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. തങ്ങളുടെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനായ തങ്ങളെ സംബന്ധിച്ച് നേരത്തെ സ്വാഗതത്തിൽ അബൂഷ ഉസ്താദും ബഹുമാനപ്പെട്ട റഫീഖ് സാരി ഉസ്താദും വേണ്ടതുപോലെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് എല്ലാ ഈ 2 ആഴ്ചകളിൽ നമ്മുടെ ഫുർഖാനി ഉപ്പിനങ്കടി ബാച്ചിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഇവിടെ വരാറുണ്ടായിരുന്നു. ആ സമയത്ത് വരുന്ന സമയത്തൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. മഹാനായ തങ്ങളെ സാധാരണ ഇവിടെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാനും ഇടപെടാനും ഇവിടെ കിട്ടും. ആ ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരുമ്പോൾ വളരെ ഭാരമേറിയ ഹൃദയത്തോടു കൂടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറയുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഊഹിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ ഉപ്പിനങ്കടി ബാച്ചിൻ്റെ പ്രചാര സമിതി ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കുകയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് ശേഷം തങ്ങളുടെ അവസാനത്തെ പരിപാടി അത് ദാറുൽ മുസ്തഫയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പരിപാടി ദാറുൽ മുസ്തഫയിൽ ചേർന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ദാറുൽ മുസ്തഫയുടെ സ്വാഗത സമിതിക്ക് വേണ്ടി ഒരു ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി. അങ്ങനെ എൻ്റെ റൂമിൽ കുത്തുബ് ഖാനയിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. രണ്ടാമത് ഹാളിൽ പോയി അവിടെ മീറ്റിംഗ് നടത്തി. സമ്മേളനം കഴിഞ്ഞാൽ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ബദ്ർ മൗലിദ് മഹാനായ തങ്ങൾ തന്നെ നേർച്ചയാക്കി. എല്ലാ സമ്മേളനത്തിന് മുമ്പും തങ്ങളത് പ്രഖ്യാപിക്കാറുണ്ട്, നമുക്കൊരു ബദ്ർ മൗലിദ് നടത്തണമെന്ന്. അതുപോലെ ഇക്കൊല്ലവും സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി തങ്ങൾ തന്നെ ഒരു ബദ്ർ മൗലിദ് നേർച്ചയാക്കി. 14-ാം തീയതി, ഈ കഴിഞ്ഞ 14-ാം തീയതിക്ക് വിപുലമായ ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടാൻ വേണ്ടി അന്ന് തീരുമാനിക്കുകയും വീണ്ടും കുത്തുബ് ഖാനയിൽ വന്ന് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് രാത്രി ഏകദേശം ഒരു 11 മണിക്കാണ് തങ്ങൾ അവിടുന്ന് വിട്ടുപിരിയുന്നത്. പക്ഷേ സുബഹിക്ക് കേൾക്കുന്നത് തങ്ങൾ അപകടത്തിൽപ്പെട്ട് സംസാരിക്കാത്ത ഒരവസ്ഥയിലാണ് എന്നാണ്. ഒരു നല്ലൊരു പരിപാടിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അപകടത്തിൽപ്പെട്ട് അങ്ങനെ ഒരു ബോധരഹിതനായ ഒരവസ്ഥയിലെത്തുകയും ഏകദേശം ഒരു 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങളിൽ നിന്ന് എന്നേക്കും വിട പറഞ്ഞു. അല്ലാഹു തങ്ങളെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. പക്ഷേ ഞങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും ഊഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും മഹാനായ തങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ് തങ്ങൾക്ക് ഈ മരണം കൊണ്ട് ലഭിക്കുന്നത്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം,
വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി സുമ്മ യുദ്രികുഹുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. വിശുദ്ധ ഖുർആനിലാണ് നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ചതിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ഒരു നല്ല കാര്യത്തിലേക്ക് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി, സുമ്മ യുദ്രികുഹുൽ മൗത്ത്, പിന്നീട് ആ വഴിയിൽ അവൻ മരിക്കുകയും ചെയ്തെങ്കിൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, ആ വ്യക്തിക്ക് നൽകേണ്ട പ്രതിഫലം അള്ളാഹു തീർച്ചയായും നൽകുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, തങ്ങൾക്ക് കിട്ടിയ ആ സൗഭാഗ്യം ഞാൻ വിശദീകരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിൻ്റെ സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, മാ തഉദ്ദൂന ഷഹീദ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദ് ആരെയാണ് നിങ്ങൾ ഷഹീദായി കണക്കാക്കുന്നത്, ആരെയാണ് ഷഹീദായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് സ്വഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചപ്പോൾ ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ വഴിയിൽ പടപൊരുതി യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെടുന്ന ആൾ, മരിക്കുന്ന ആൾ, അദ്ദേഹമല്ലേ നബിയെ യഥാർത്ഥത്തിൽ ഷഹീദ്? ശത്രുക്കളെ മുന്നിൽ ആയുധങ്ങളായി പോയി ആ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് യുദ്ധകാരണം കൊണ്ട് മരിക്കുന്ന ആളുകൾ, അവരല്ലേ നബിയെ ഷഹീദ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിന് പോയി പടപൊരുതി യുദ്ധക്കളത്തിൽ യുദ്ധകാരണവുമായി മരിക്കുന്നവർ മാത്രമാണ് ഷഹീദ് എങ്കിൽ അങ്ങനെയുള്ള ഷഹീദ് എൻ്റെ ഉമ്മത്തിൽ വളരെ തുച്ഛമായിരിക്കുമല്ലോ, അവരെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെ യുദ്ധത്തിൽ മരിക്കുന്ന ആളുകൾ എത്ര ഉണ്ടാകും? ഒരു കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ മാത്രമല്ല ഷഹീദ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു ഫമൻ ഹും യാ റസൂലല്ലാഹ്, എങ്കിൽ പിന്നെ ആരാണ് ഷഹീദ്? ഈ ഷഹാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നവർ ആരാണ് നബിയെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറയാണ്, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന, യുദ്ധത്തിൽ ഇറങ്ങി യുദ്ധകാരണം കൊണ്ട് യുദ്ധക്കളത്തിൽ മരിച്ച ആള്, അദ്ദേഹം ഷഹീദ് തന്നെയാണ്, അത് ശരിയാണ്. അതേസമയം വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ വഴിയിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ആരാണോ മരണപ്പെട്ടു പോകുന്നത് അവനും ഷഹീദാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ യുദ്ധത്തിൽ മാത്രം യുദ്ധകാരണമായി യുദ്ധക്കളത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പടപൊരുതി മരിച്ചവർ മാത്രമല്ല ഷഹീദ്, വമൻ മാത ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിലായി ദീനിൻ്റെ പ്രവർത്തനത്തിലായി ആരാണോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് അവനും ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാനായ തങ്ങളവറുകൾ തൻ്റെ വറക്ക് ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ ആയിരുന്നു തങ്ങൾ ചെലവാക്കിയത്. ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ സുഹൃത്തിനോട്, തങ്ങൾ എല്ലാ സമയത്തും ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ക്ഷീണം, തളർച്ച, ബച്ചൽ അങ്ങനത്തെ ഒരു ഏർപ്പാട് തങ്ങളുടെ ജീവിതത്തിലില്ല, തങ്ങളുടെ ഡിക്ഷണറിയിലേ ഇല്ല. എനി ടൈം എല്ലാ സമയത്തും വലിയ ആക്റ്റീവായി സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെ കാണുമ്പോഴൊക്കെ പറയും,
ഈ കൊല്ലത്തെ സമ്മേളനം ഉഷാറാക്കണം, സ്ഥാപനം ഉഷാറാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പ് ദാറുൽ ഇർഷാദിൽ നടന്ന പരിപാടിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ കാണാൻ കിട്ടിയപ്പോൾ തങ്ങൾ പറഞ്ഞത് ദാറുൽ മുസ്തഫനെ നമുക്കൊന്ന് ഉയർത്തണം, ദാറുൽ മുസ്തഫനൊന്ന് മുകളിൽ കൊണ്ടുവരണം, അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് എൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ കൂടിയ ചെറുപ്പക്കാരോട് തങ്ങൾ പറഞ്ഞ വാക്കായിരുന്നു. ഇങ്ങനെ നല്ല നിഷ്കളങ്കമായൊരു മനസ്സിൻ്റെ ഒരു ഉടമ, ആരോടും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ പകയോ ഒന്നുമില്ല, ശുദ്ധമായ ഒരു മനസ്സ്, ക്ലീനായ ഒരു മനസ്സായിരുന്നു. നേരത്തെ നമ്മളെ സാലിം സയ്യിദ് ഉസ്താദ് സ്ഥാപനത്തിൽ വന്നപ്പോൾ, ഇപ്പോൾ നേരത്തെ വൈകുന്നേരം അയാൾ എന്നോട് പറഞ്ഞു, തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഞങ്ങൾ സ്ഥാപനത്തിൽ മജ്ലിസിൽ ആ മഞ്ചിൽ നടന്ന പരിപാടിക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ തങ്ങൾ വിളിക്കാതെ ആ പരിപാടിക്ക് വന്നിരുന്നു എന്ന്. ഇങ്ങനെ എവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടിയിൽ പൂർണ്ണമായി പങ്കെടുത്ത് അത് തീരുന്നതുവരെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് തങ്ങൾ പോകാറുള്ളത്. ഇക്കൊല്ലത്തെ ദാറുൽ മുസ്തഫൻ്റെ സമ്മേളനത്തിന് മീറ്റിംഗ് കൂടുകയും ഇക്കൊല്ലവും എല്ലാ വർഷത്തിൻ്റെ പോലെ തന്നെ തങ്ങളെ ഒരു സമ്മേളനത്തിൽ തങ്ങൾ പറഞ്ഞു, സ്വാഗത സമിതി കൂടിയപ്പോൾ, ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ ഈ സ്ഥാപനത്തിന് ഈ പ്രാവശ്യം ഇത്ര ഒരു സംഖ്യ നമുക്ക് സ്ഥാപനത്തിന് ഒഴിഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞു. ഒരു സംഖ്യ പറഞ്ഞു. തങ്ങൾ ആ പറഞ്ഞതുപോലെ തന്നെ അത്ര സംഖ്യ കൃത്യമായി ആ സമ്മേളനത്തിൽ ഈ സ്ഥാപനത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഒരു ബിൽഡിങ്ങിന് ഉണ്ടാക്കാനും അതാണ് ഏറ്റവും ഉപകരിച്ചത്. അങ്ങനെ തങ്ങൾ ആ പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു പുലർന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുള്ളത്. ഇങ്ങനെ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഒരു ഉടമയായിരുന്നു. എല്ലാ സമയവും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും ആ വിഷയത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു മഹാനായ തങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിലായി രാത്രി അവസാനം കടന്നുറങ്ങുന്നത് വരെ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കടന്നുറങ്ങി രാവിലെ ഒരു നല്ലൊരു ഖൈറായ സംഗതിയിലേക്ക് പോകുന്ന വഴിയിലാണ് തങ്ങൾ അപകടത്തിൽപ്പെട്ട് അത് കാരണമായിട്ടാണ് വഫാത്താകുന്നത്. വമമ്മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ആരാണോ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് അവസാനമായി ഇവിടെ പറയുന്നത്, അവനിക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കും ഷഹാദത്തിൻ്റെ പ്രതിഫലത്തിന് അർഹനാണ് മഹാനായ സയ്യിദ് അവർകൾ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, മഹാനായ തങ്ങൾ അവർകൾക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം, തങ്ങൾ മരണപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം തിർമിദിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇവർ രണ്ടാളും അതുപോലെ മറ്റൊരുപാട് മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ ഒരാൾ, അയാൾ വെള്ളിയാഴ്ച പകല് മരണപ്പെട്ടു, ഔ ലൈലത്തുൽ ജുമുഅ, അല്ലെങ്കിൽ ജുമുഅയുടെ രാത്രി മരണപ്പെട്ടു എങ്കിൽ, ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ആ മനുഷ്യനെ ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന്, ചോദ്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിത്നയുടെ ഖബറിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ സുആലുൽ ഖബർ, ഖബറുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസിൽ നിന്ന് മഹാന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സുആൽ ജവാബ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥമുണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം, അസ്സാദിസുൽ മൈതു യൗമൽ ജുമുഅ ഔ ലൈലഹു ലി സുന്നത്തിൻ മുർതഫിഅ. വെള്ളിയാഴ്ച പകലോ രാത്രിയിലോ ഒരാൾ മരണപ്പെട്ടാൽ അവനും ഷഹീദാണ്. 7 ഷഹീദുകളെ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ 6ാമത്തെ ഷഹീദായി ഇമാം സുയൂത്തി കൊടുക്കുന്നത് അസ്സാദിസുൽ മൈതു യൗമൽ ജുമുഅ, ജുമുഅ പകല്
പകല് ജുമുഅ ദിവസത്തിൻ്റെ പകല് സമയത്ത് ആരാണോ മരിക്കുന്നത്, ഔ ലൈലതഹു അല്ലെങ്കിൽ രാത്രിയിൽ ആരാണോ മരിക്കുന്നത്, അവനും ഷഹീദാണ്. ലി സുന്നത്തിൻ മുർതഫിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്ന ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവനും ഷഹീദാണ്. അപ്പോൾ മഹാനായ തങ്ങൾ വഫാത്തായത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച മരണപ്പെട്ടവർക്ക് ഖബറിലെ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാരെ ഒരുപാട് ചർച്ചകളുണ്ട്. ഇമാം അലി ഷബ്രാം അല്ലിസി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, അതുപോലെ ഇമാം ഇബ്നു ഹജർ തങ്ങളെ തുഹ്ഫയുടെ ഹാഷിയയിലൊക്കെ പറയുന്നത്, സാധാരണ ഒക്കെ ചോദിക്കാറുണ്ട് വെള്ളിയാഴ്ച ദിവസം മരിച്ചവനിക്ക് ഖബറിൽ ചോദ്യം ഉണ്ടാവില്ലേ എന്നൊക്കെ. അതിൻ്റെ അർത്ഥം ചോദ്യമുണ്ട്, പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി നൽകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇൽഹാം അവർക്ക് ലഭിക്കും. അള്ളാഹു അവരെ സഹായിക്കും. ആ ചോദ്യത്തിന് പൂർണ്ണമായ മറുപടി അവർ കൊടുക്കും എന്നല്ലാതെ പൂർണ്ണമായി ചോദ്യമുക്തരാണ് എന്നല്ല, ചോദ്യത്തിനുള്ള എല്ലാ ജവാബുകളും അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാർ വിശദീകരിച്ചതും കാണാൻ കഴിയും. ഇരിക്കട്ടെ, ഏതിരുന്നാലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ തങ്ങളവർക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കണം. അള്ളാഹുവേ, ആ പ്രതിഫലം മഹാനായ തങ്ങളവർക്ക് നൽകണേ അല്ലാ. മൂന്നാമത്തെ ഷഹാദത്ത്, ഒന്നാമത് അള്ളാഹുവിൻ്റെ വഴിയിലായി മരിച്ചു എന്ന നിലയ്ക്ക് ഒരു ഷഹാദത്തിൻ്റെ പ്രതിഫലമുണ്ട്. രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു എന്ന നിലയ്ക്കൊരു ഷഹാദത്തിൻ്റെ പ്രതിഫലമുണ്ട്. മൂന്നാമത് അപകടത്തിൽപ്പെട്ടുള്ള മരണമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടുണ്ടാകുന്ന മരണത്തിനും ഷഹാദത്തിൻ്റെ പ്രതിഫലമുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ മൂന്ന് വിധത്തിൽ ചിന്തിക്കുമ്പോഴും മഹാനായ തങ്ങളവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടാനുള്ളതാണ്. അല്ലാഹുവേ, ആ പ്രതിഫലങ്ങളെല്ലാം നൽകി തങ്ങളുടെ ഖബർ നീ ജന്നത്താക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കാനുള്ളൊരവസ്ഥ തങ്ങൾക്ക് നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. ഞാൻ ചുരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ആ നിലക്ക് വലിയ സൗഭാഗ്യമുള്ള ഒരാളാണ് മഹാനായ തങ്ങളവர்கள். പക്ഷെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും, നമുക്ക് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും തങ്ങളവർക്ക് വലിയ പ്രതിഫലമാണ് ഇതിലുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മൂട്ടുകുളി സിദ്ദീഖ് അവരോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ രാത്രി നമ്മളെ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ദാറുൽ മുസ്തഫയിലെ സ്വാഗത സമിതിക്ക് വേണ്ടി കൂടി. അങ്ങനെ അവിടെ ചർച്ചകളെല്ലാം നടത്തി കുത്തുബ് ഖാനയിലിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തങ്ങളുടെ ഇവിടെ മഹാനവരുടെ ഖബറുണ്ട്, തങ്ങൾ ഇതൊക്കെ അറിയും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മജ്ലിസ് ഇവിടെയുണ്ട്, അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. തങ്ങൾ എന്നോട് പറഞ്ഞ രണ്ട് കാര്യം, എൻ്റെ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഷേർ ഇബ്രാഹിം ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇരിക്കുമ്പോൾ രണ്ട് കാര്യം എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണോ തങ്ങൾ പറഞ്ഞത് അല്ലാഹു അഅലം. ഒന്ന്, നമ്മളെ ഷേറയിലുള്ള പള്ളി, ആ പള്ളി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടി പ്രവർത്തിച്ച ഒരാളാണ്. അവിടെ ഒരു ഗൗരവാധ്യക്ഷനായിട്ടും ആ പിന്നെ പള്ളിയിലുണ്ട്. തങ്ങൾ അവിടെ എല്ലാ മാസം സ്വലാത്തിന് പോവും. കുറച്ചാളുകളുള്ള ഒരു ചെറിയൊരു ജമാഅത്താണ്. അപ്പോൾ അവിടുത്തെ ആ സ്ഥലം കൊടുത്ത ആളാണ് ഇബ്രാഹിം ഹാജി ഷേറ. ഇവിടെ വന്നിട്ടുണ്ടോ എന്നില്ലെന്നറിയില്ല, ആ പറയുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇബ്രാഹിം ഹാജി ഇരിക്കുമ്പോൾ തങ്ങളെ മുന്നിൽ പറഞ്ഞു, ആ ഇബ്രാഹിം ഹാജിൻ്റെ മുന്നിൽ എന്നോട് പറഞ്ഞു, ഷേറത്തെ പള്ളി അത് പിന്നെ തങ്ങളെ കൂടെ ഞാനും പിന്നെ എന്നോട് പറയാം, നിങ്ങളും വന്ന് നമുക്കത് ഏറ്റെടുത്ത് ആ പള്ളീനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഷേറത്തെ പള്ളി മൂപ്പരോട് ഇബ്രാഹിം ഹാജിയോട് തന്നെ, ഇബ്രാഹിം ഇരിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ താജുൽ ഉലമ എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന ഈ കർവയിലെ സ്ഥാപനം, ഞാനിവിടെ മുമ്പ് തങ്ങളോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, നമുക്കിവിടെ പിന്നെ ഈ മഹിളാ കോളേജ് തുടങ്ങാനുള്ള ഒരു കാര്യമൊക്കെ ആദ്യം ചർച്ച നടത്തിയിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ സ്ഥാപനം നിങ്ങളും ഞങ്ങൾ ഒന്നിച്ച് ഇത് പ്രവർത്തിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ കൂടണം,
ഈ സ്ഥാപനത്തിനെ നമുക്ക് ഉയർത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തങ്ങൾ എന്നോട് പറഞ്ഞു. ഇന്ന് ആ പറഞ്ഞ തങ്ങൾ ഞങ്ങളെ കൂടെ ഇല്ല. അള്ളാഹുവേ, അത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാകുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ റഹ്മാനെ. ഞാനെപ്പോൾ മരിക്കും, ഞങ്ങളെപ്പോൾ മരിക്കും എന്ന് ആർക്കും അറിയില്ല. പക്ഷേ തങ്ങൾ എന്തുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്, അള്ളാഹു ആയാലും അള്ളാഹു മഹാനായ തങ്ങളുടെ ദർജ ഉയർത്തുമാറാവട്ടെ. തങ്ങളെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അങ്ങനെ മഹാനായ തങ്ങളവർകൾ മരണത്തിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത്തരം നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും സ്ഥാപനങ്ങളെ എങ്ങനെ ഉയർത്തണം, സംഘടനകളെ എങ്ങനെ ഉയർത്തണം, നമ്മുടെ പ്രവർത്തകന്മാരെ എന്തു ചെയ്യണം എന്നിങ്ങനെ ഇതേ വിഷയമാണ് മഹാനായ തങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. അങ്ങനെ തൻ്റെ എല്ലാ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവാക്കിയ മഹാനവർകൾ എത്രയും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. മഹാനായ ഇതുപോലത്തെ ഒരു പരിപാടി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ, തങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഓടിക്കടിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന് ആ തങ്ങളുടെ പേരിൽ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നല്ലോ എന്നതാണ് വലിയ വിഷമമുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, നിൻ്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഖിദ്മത്തെടുക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് മജ്ലിസ് തുടങ്ങാനുണ്ട്. ഇനി ഒരുപാട് നേതാക്കളുണ്ട്. ജി എം ഉസ്താദുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിറാജുദ്ദീൻ സഖാഫി ഉസ്താദുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. ഹദ്ദാദ് തങ്ങളുണ്ട്, സിദ്ദീഖ് തങ്ങളുണ്ട്. ഒരുപാട് നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളുമുള്ള ഒരു മഹത്തായ മജ്ലിസാണ്. ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള, ഒരുപാട് പ്രായമുള്ളവരുള്ള, ഒരുപാട് ചെറിയ കുട്ടികളുള്ള ഒരു നല്ല മജ്ലിസാണ്. അല്ലാഹുവേ, ദുആക്ക് ഇജാബത്തുള്ളൊരു സദസ്സായി ഞങ്ങൾ ഈ മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട്, നേരത്തെ ജെ മുസ്താദ് ഉണർത്തിയതുപോലെ ദാറുൽ മുസ്തഫയുടെ സമ്മേളനം തങ്ങളില്ലെങ്കിലും ആ തങ്ങളുടെ ആത്മീയമായ നോട്ടവും മേൽനോട്ടവും ഒക്കെ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ തങ്ങളുടെ ഏറ്റവും വലിയൊരു അഭിലാഷയായിരുന്നു. ആ അഭിലാഷ ദാറുൽ മുസ്തഫൻ്റെ സമ്മേളനം വിജയിപ്പിക്കണമെന്നത്. ഞാൻ കൊല്ലം പരിപാടി നടത്തുന്ന ആളായിരുന്നു ദാറുൽ മുസ്തഫയിൽ. തങ്ങൾ എന്നോട് നിർദ്ദേശിച്ചതാണ്, കൊല്ലം വേണ്ട, നമുക്ക് 2 കൊല്ലത്തിന് പരിപാടി നടത്താമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് 2 കൊല്ലത്തിലേക്ക് ആക്കിയത്. അങ്ങനെ ദാറുൽ മുസ്തഫൻ്റെ സമ്മേളനത്തിൻ്റെ എല്ലാം ചുക്കാണി പിടിച്ചിരുന്നത് മഹാനായ തങ്ങളവറുകളാണ്. ആ തങ്ങൾക്ക് ദാറുൽ മുസ്തഫൻ്റെ സമ്മേളനം വിജയിപ്പിക്കുക എന്നത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ വിഷയത്തിൽ സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട്, മറ്റൊരു കാര്യം, നമ്മളൊക്കെ മഹാനായ തങ്ങളവർക്ക് ചിലപ്പോൾ, എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്നറിയില്ല, വൈയക്തികമായി എന്തെങ്കിലും കടബാധ്യതകൾ തങ്ങളവർക്കുണ്ട് എങ്കിൽ അത് പ്രവർത്തകന്മാരാകുന്ന ഞങ്ങളൊക്കെ നമ്മളത് കൂടി തീർക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സയദി പഴശ്ശി മഹാനവറുകൾ മരിച്ചപ്പോൾ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതിനെ ഏറ്റെടുത്തത് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരായിരുന്നു, മുതലാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ തങ്ങളവർക്ക് വല്ല കടബാധ്യതകളുണ്ട് എങ്കിൽ ആ കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഒരു വഴി ഞങ്ങളൊക്കെ ചേർന്ന് അതിനുണ്ടാക്കേണ്ടതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ സംസാരിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും പോയിട്ട് കാര്യമില്ലല്ലോ. തങ്ങളവർക്കുള്ള കടം അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കാനുള്ള വഴി നിർബന്ധമായി നമ്മൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കൂടെ ആ വിഷയത്തിൽ സജീവമായിട്ടുണ്ടാകും. എവിടെ വിളിച്ചാലും, ഇവിടെ പോകാൻ വിളിച്ചാലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. പക്ഷെ സമ്മേളനത്തിൻ്റെ ഈ സമയത്ത് കുറച്ച് തിരക്കുണ്ടാകുന്നുള്ളൂ. സമ്മേളനം നമുക്ക് അതിന് മുമ്പ് തീർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇൻഷാ അല്ലാഹ്. എന്നാലും സമ്മേളനം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ ആ വിഷയത്തിൽ വരാനും കൂടാനും എല്ലാ സമയത്ത് തയ്യാറാണെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. തങ്ങളവറുകളെ എല്ലാ കടത്തിൽ നിന്ന് നമ്മൾ മുക്തരാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വല്ല കടങ്ങളുണ്ടെങ്കിൽ അല്ലാഹു എത്രയും പെട്ടെന്ന് അതിന് വീടാനുള്ള വഴി നീ തുറന്നു തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അത് പൂർത്തിയാക്കാൻ കഴിയില്ലേ, ഏറ്റെടുക്കാൻ കഴിയില്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അതിന് സജീവമായി ഇറങ്ങണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.